ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് പറയാം. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് അമൽദേവ്, എൻ്റെ വൈഫിൻ്റെ പേര് അമൃത. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് തടത്തൻസ് വ്ലോഗ് എന്നാണ്. ഞങ്ങൾക്ക് 2 പെമ്മക്കളാണുള്ളത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2026 കാരണം ഈ വീഡിയോകളൊക്കെ ഞാൻ നേരത്തെ എടുത്തിട്ടതാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു, ഞങ്ങൾക്ക് പിന്നെ ടൈം കിട്ടിയില്ല. ഇപ്പോൾ ഒരു ടൈം കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. എനിവേ ഞങ്ങളിത് പുതിയ ചാനലായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഓർമ്മകളും കാര്യങ്ങളും ആണ് ഇതുകൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചാണ്. പഴയതുകൾ വീഡിയോകൾ കാണുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഇത് എനിക്കൊരു അനുഭവം ഉണ്ടായതോടുകൂടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോസും ഫോട്ടോസും ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടാൻ ആഗ്രഹിച്ചത്. ഞങ്ങളുടെ ഈ പഴയ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. ഞങ്ങൾ 2020 മുതലുള്ള ഒരു വീഡിയോകളാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്, കാരണം മക്കളുണ്ടായ അന്ന് മുതലുള്ള. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളെല്ലാം ഇനി തുടർന്ന് വരുന്നതായിരിക്കും. പഴയ വീഡിയോകൾ ഇട്ട് തീർന്ന്, അതായത് എൻ്റെ മെമ്മറി ഒക്കെ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കും. കാരണം അത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് UK-ലാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നാട്ടിൽ ഇരുന്ന് കാണാനും അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യണേ. കാരണം ഞാൻ ഇതിനു മുന്നം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്ക് അതിലൂടെ അത് ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും ഇരുന്ന് കാണുന്നുണ്ട് അത്. കാരണം അതിനുശേഷം എനിക്ക് യൂട്യൂബിൽ പഴയ വീഡിയോകൾ ഇടാൻ പറ്റാണ്ടായി. കാരണം ഞാൻ പഴയ വീഡിയോകൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ പുതിയ വീഡിയോകൾ ഇട്ടു. അപ്പോൾ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. അതാണ് ഞാൻ പിന്നെ പഴയ വീഡിയോകൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇതിനകത്ത് ഞാൻ പഴയ വീഡിയോകൾ മാക്സിമം ഇട്ടതിന് ശേഷമേ പുതിയ വീഡിയോയിലേക്ക് കടക്കുകയുള്ളൂ. കാരണം അതെനിക്ക് ഇട്ട് തീർക്കണം. അത് എൻ്റെ ഫാമിലിക്കും കാര്യങ്ങൾക്കും അവർക്കൊരു മെമ്മറി ആയിട്ട് കാണാനും ഒക്കെ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിലൂടെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരിക്കും ഞങ്ങൾ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്നും ഒത്തിരി ദൂരമുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്തു. അതിനും വേറെ കാരണങ്ങളുണ്ട്. കാരണം കൊറോണ ടൈം ആയിരുന്നു. അപ്പോൾ ട്രാവല് കാര്യങ്ങളൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ വീടെടുത്തു. അങ്ങനെ വീട് എടുത്തോടുകൂടി ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് മാറി. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഞാനും അമൃതയും അച്ഛനും അമ്മയും അനിയൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അനിയൻ ജോലി സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടി ആ വാടക വീട്ടിലേക്ക് അങ്ങ് മാറി. പിന്നെ ഇടയ്ക്ക് അമൃതയുടെ അമ്മ വന്ന് നിൽക്കും, പിന്നെ അമൃതയുടെ അച്ഛനും അമ്മയും വരും. അങ്ങനെ മാറി മാറി നിന്നു. പിന്നെ കൊറോണ ടൈം ആയതുകൊണ്ട് എല്ലാവരും ലോക്കാണെന്നല്ലോ എല്ലായിടത്തും. അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അതും ഒരു രസമായിരുന്നു. പിന്നെ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഞങ്ങളെല്ലാം നടത്തി. കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബന്ധുക്കളൊക്കെ വന്ന് ഞങ്ങൾ ഓണം പരിപാടി നടത്തി. പിന്നെ 7ാം മാസത്തെ പരിപാടി നടത്തി. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഒട്ടുമിക്ക പരിപാടികളെല്ലാം ഞങ്ങൾ അവിടെ വെച്ച് തന്നെ നടത്തി. ഒക്ടോബറിലാണ് പിന്നെ ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ ആ ഡേറ്റിലേക്ക് വേണ്ടി പിന്നെ എല്ലാവരും കാത്തിരിക്കുന്നു. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിന് വേറെ കാര്യങ്ങളും ഉണ്ട്. കാരണം ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പം അവർ പറഞ്ഞുല്ലോ ട്വിൻസാണ്. അപ്പോൾ അത് ആൺകൊച്ചാണോ പെൺകൊച്ചാണോ, അല്ലെങ്കിൽ 2 പെൺപിള്ളേരാണോ 2 ആൺപിള്ളേരാണോ, കാരണം ആരെ കിട്ടിയാലും കുഴപ്പമില്ല, സന്തോഷമാണ്. പക്ഷേ ഈ ട്വിൻസ് ആയതുകൊണ്ടുള്ള എല്ലാവരുടെയും പ്രതീക്ഷയാണ് ഈ കാത്തിരിപ്പ്. അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോയും കാര്യങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ പഴയ വീഡിയോകളെല്ലാം ഇനിയും ഉണ്ടാവും. എല്ലാവരും കാണണം, സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കാരണം ഇത് ഞങ്ങളുടെ മെമ്മറീസ് ആണെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ഒരു ജീവിതമാണ്. 2020 മുതലുള്ള ഞങ്ങളുടെ ജീവിതം. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടികളൊക്കെ എല്ലാ സമയത്തും, അതായത് ഓണം, വിഷു, പിന്നെ ബർത്ത്ഡേയ്സ് എല്ലാം ഒരുവിധം നമുക്ക് പറ്റുന്ന രീതിയിൽ ഈ വീട്ടിൽ വെച്ച് ഞങ്ങൾ പരിപാടി നടത്തിയിട്ടുണ്ട്. പിന്നെ വരാൻ പറ്റുന്ന മാക്സിമം ആൾക്കാർ, എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണെങ്കിലും അച്ഛൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും പിന്നെ അമൃതയുടെ വീട്ടിൽ നിന്നാണെങ്കിലും വരാൻ പറ്റുന്ന ആൾക്കാർ പരമാവധി എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അതൊരു സംഭവമായിരുന്നു. കാരണം എല്ലാവർക്കും കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇരുന്ന് മുഷിച്ചിട്ട് പിന്നെ ഇറങ്ങുന്ന ഒരു ടൈമും ഒത്തുകൂടുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും വന്നു, സഹകരിച്ചു. എല്ലാ പരിപാടികളും നല്ല അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഈ ഫോട്ടോസുകളൊക്കെ എടുത്ത് നോക്കും. കാരണം എനിക്കത് ഭയങ്കര താല്പര്യം, എപ്പോഴും എടുത്ത് നോക്കും. അതായത് എനിക്കിപ്പോൾ 2 ദിവസം ജോലിയുള്ളൂ. അപ്പോൾ ബാക്കി ടൈമൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ എടുത്ത് നോക്കും, പിള്ളേർ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അന്ന് തോന്നിയ ഒരു തോന്നലാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടാമെന്നൊക്കെ. അതിൻ്റെ കാരണം ഞാൻ കുറച്ച് മുന്നേ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു.
അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 2 TB ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. ആ ഹാർഡ് ഡിസ്കിലായിരുന്നു ഒരുമാതിരിപ്പെട്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാം കിടന്നത്. അതൊരു സുപ്രഭാതത്തിൽ അത് ബ്രോക്കായിപ്പോയി. അത് റിക്കവർ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം അതിനകത്ത് എങ്ങാണ്ട് 200 GB എങ്ങാണ്ട് ഫില്ലാവാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു സങ്കടമായി മാറി. അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ, ഇങ്ങനെയുള്ള വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഉണ്ടാക്കിയ പ്രചോദനം. പിന്നെ അതങ്ങ് ഇട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം മക്കളും അതിൻ്റെ കൂടെ കൂടി, അമൃതയും കൂടി, അച്ഛനും അമ്മ കൂടി, അപ്പോൾ സപ്പോർട്ടായി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ ഈ ഒരു ചാനൽ പുതിയതാണ്. ഇതിപ്പോൾ 2026 7 മാസം തുടങ്ങിയേക്കുന്ന ഒരു ചാനലാണ്. എല്ലാവരും സഹകരിക്കുക. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് കരുതി ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് പോകണു.